Hello everyone, welcome to Code Classes. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ടൈൽ മോഷൻ ആണ്. സോ പ്രൊജക്ടൈൽ മോഷൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മോഷൻ കൂടിയാണ്. നിങ്ങൾക്ക് അറിയാം, അതായത് എൻകൗണ്ടർ ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഷനാണ് നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്നത്. ലെറ്റ്സ് സേ നിങ്ങളുടെ കയ്യിൽ ഒരു സ്വീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലും ഇമാജിൻ ചെയ്താൽ മതി. ഇത് നിങ്ങൾ എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ പാത്തിലൂടെ പോയിട്ട് വീഴുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് മോഷനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ എന്താഴ്ച അത് എറിയുന്ന വെലോസിറ്റി യു ആണ്. അതായത് ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഒരു ഇനീഷ്യൽ പ്രസൻറ്റ് നോക്കുക. ഓക്കെ, ഇതിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻസ് നോക്കിയിട്ട് ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത്. അതാണ് മെയിൻ ഫിലോസഫി ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഈ എറിയുന്ന ആളിൽ ഇപ്പോൾ ലെറ്റ്സ് സേ ഈ ടൈം ഫ്രീസ് ചെയ്യുക, എന്തെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് അറിയാം ഇയാളെ പറ്റി. ഓക്കെ, സോ ദാറ്റ് വി ക്യാൻ പ്രിഡിക്റ്റ് എവറിത്തിങ് റിലേറ്റഡ് ടു ഇറ്റ്. അതാണ് എന്ത് ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിനകത്ത് നമുക്ക് എന്തെല്ലാം അറിയാം നമുക്ക് നോക്കാം. ഒന്ന്, ഇയാൾ എവിടെ നിൽക്കുന്നു. സോ ഇറ്റ്സ് ഇനീഷ്യൽ ലൊക്കേഷൻ. സോ വേർ ഹീ സ്റ്റാൻഡ്സ് എന്ന് പറയാം. സോ ഇനീഷ്യൽ ലൊക്കേഷനാണ് ഫസ്റ്റ് കാര്യം. പിന്നെ എത്ര സ്പീഡിലാണ് ഇയാൾ എറിയുന്നത്. ഓക്കെ, എത്ര സ്പീഡിലാണ് എറിയുന്നത്. സോ നമുക്ക് പറയാം സ്പീഡ് ഓഫ് ത്രോ എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം, സ്പീഡ് എന്ന് പറയാം, ഇൻ ജനറൽ സ്പീഡ് എന്ന് പറയാം. ഇനി ഏത് ആംഗിളിലാണ് എറിയുന്നത്, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ത്രോ എങ്ങനെയാണ്, ഏത് ആംഗിളിലാണ് എറിയുന്നത്. അതിപ്പോൾ നമുക്ക് ലെറ്റ്സ് സേ വിത്ത് റെസ്പെക്ട് ടു ദ ഹോറിസോണ്ടൽ ഇത് തീറ്റ എന്ന് വിളിക്കാം. സോ ആംഗിൾ അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയാം, ആംഗിൾ ഓർ ദ ഡയറക്ഷൻ അറ്റ് വിച്ച് വി ത്രോ ഇറ്റ്. ഈ മൂന്ന് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, we should be able to predict everything related to this motion. അപ്പോൾ എന്തെല്ലാം ആയിരിക്കും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്താണ്, ഇത് എത്ര ഹൈറ്റിലേക്ക് പോയി. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്തൊക്കെ പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എത്ര ദൂരം പോയി, അതാണ് നമ്മൾ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എത്ര ദൂരം പോയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എത്ര സമയം കൊണ്ട് ഇത് ഇവിടുന്ന് ഇവിടെ എത്തി, അതിനെ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ ഫസ്റ്റത്തെ ഈ ജസ്റ്റ് ഇനീഷ്യൽ ലൊക്കേഷൻ, സ്പീഡ്, അതുപോലെ തന്നെ ആംഗിൾ ഓർ ദ ഡയറക്ഷൻ ഓഫ് ത്രോ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, സോ പ്രൊജക്ടൈൽ മോഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഡിഡ്യൂസ് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾ ഒരിക്കലും മെമ്മറൈസ് ചെയ്യരുത്, ഇത് മനസ്സിലാക്കുക, ഇതിൻ്റെ ലോജിക്ക്, എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇവിടെ ലെറ്റ്സ് സേ നമുക്ക് ഫിസിക്സിനകത്ത് ഏതൊരു പ്രോബ്ലത്തിനകത്തും ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് വേണം. ഓക്കെ, സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് നോർമൽ നമുക്കൊരു എക്സ് കോർഡിനേറ്റ് ഉണ്ട്, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ട്. ഓക്കെ, സോ വി ആർ ത്രോയിങ് സംതിങ്, ലെറ്റ്സ് സേ ഇതാണ് നമ്മളുടെ വെക്റ്റർ എന്ന് പറയുന്നത്. സോ ഈ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഡയമെൻഷനലി നമുക്ക് ഇത് എത്ര സ്പീഡിലാണ് ഇത് മെൻഷൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഏത് ഡയറക്ഷനിലാണ് ത്രോ ചെയ്യുന്നതെന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ ആരോ. അപ്പോൾ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ക്വാണ്ടിറ്റി, ഇപ്പോൾ നമുക്ക് പറയാം ഞാൻ 20 മീറ്റർ/സെക്കൻഡ്സിൽ എറിഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ അല്ല, ഞാൻ ഏത് ഡയറക്ഷനിലാണ് എറിഞ്ഞതെന്ന് എനിക്ക് പറയണം, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആരോ വരച്ചു കഴിഞ്ഞാൽ ഈ ആരോൻ്റെ ലെങ്ത് ആണെന്ത്, ഇത് എത്ര സ്പീഡിൽ എറിഞ്ഞു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആരോ എങ്ങോട്ടത്തേക്ക് പോയിന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊരു വെക്റ്ററാണ്. നമ്മൾ വെക്റ്റർ ആൾജിബ്രാസൊക്കെ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും, അതായത് ഇതിന് മുൻപ് പഠിക്കുന്ന കേസസ് ആണ്. ബട്ട് ഇത് ഫോർ ദ ടൈം ബീങ് ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പോവുകയാണ്. സോ ദർ ആർ ഫ്യൂ തിങ്സ്, അതായത് എങ്ങനെയാണ് ഒരു വെക്റ്ററിനെ റിസോൾവ് ചെയ്യാന്നൊക്കെ നമ്മൾ ഈ പർട്ടിക്കുലർ പ്രോബ്ലം പഠിക്കുന്നതിന് മുൻപായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാനത് സിമ്പിളാക്കി പറയാൻ നോക്കാം. ഹോപ്പ്ഫുള്ളി യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ലെറ്റ്സ് സേ വി ത്രോ സംതിങ് വിത്ത് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്കൊരു വെക്റ്റർ ഉണ്ട്. ആ വെക്റ്റർ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ എക്സ് ആക്സിസ് ഒരു തീറ്റ ആംഗിളിലാണ് എറിയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു പാത്ത് ഫോളോ ചെയ്യും, എന്നിട്ട് എന്ത് പറ്റും, ഇവിടെ വന്ന് വീഴും. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും നമുക്ക് ആലോചിക്കും. ഇതിനെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇതിനെ റിസോൾവ് ചെയ്യാണ് ഇൻറ്റു 2 വെക്ടേഴ്സ്. ഓക്കെ, അതായത് നമ്മൾ ഈ എക്സ് ആക്സിസിൽ ഒരു വെക്ടർ ബിൽഡ് ചെയ്യും, വൈ ആക്സിസിൽ ഒരു വെക്ടർ ബിൽഡ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കേസിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ പോയി താഴത്തേക്ക് ഇങ്ങനെ വരുന്നു, അല്ലേ? അപ്പോൾ ഇതിനകത്ത് 2 രീതിയിൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് മാറുന്നുണ്ട്, 2 കോർഡിനേറ്റ്സിൻ്റെ മാറുന്നുണ്ടെന്ന് പറയാം. ഒന്ന് എക്സ് ആക്സിസിൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് മാറുന്നുണ്ട്,
ഇതിൻ്റെ വൈ ആക്സിസിലും എന്ത് കോർഡിനേറ്റ്സ് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മോഷനെ നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് മോഷൻ ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അത് കുറച്ചുകൂടി സിംപ്ലറാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അതായത് ഇങ്ങനെ പോകുന്ന മോഷനകത്ത് എത്ര സ്പീഡിലാണോ ഇത് എക്സ് ആക്സിസിൽ പോകുന്നത് അത് കണ്ടുപിടിക്കാം, എത്ര സ്പീഡിലാണ് ഇത് വൈ ആക്സിസിൽ പോകുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് പറഞ്ഞിട്ട് രണ്ട് റിസോൾവിങ് വെക്ടേഴ്സ് ആക്കി മാറ്റുന്നതിന്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ വെക്ടർ, അതായത് ഹോറിസോണ്ടൽ വെക്ടറിനെ നമ്മൾ യു കോസ് തീറ്റയാണ്. അത് ഇറ്റ് പോയിന്റ്സ് അലോങ് എക്സ് ആക്സിസ്. സോ യു കോസ് തീറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ സ്പീഡ് ഓഫ് ദിസ് പ്രൊജക്ടൈൽ. ഈ ത്രോ ചെയ്തതിൻ്റെ എക്സ് ആക്സിലുള്ള സ്പീഡാണെന്ത് യു കോസ് തീറ്റ എന്ന് പറയുന്നത്. ഇനി ഈ വൈ ആക്സിസിലുള്ള സ്പീഡാണെന്ത് യു സൈൻ തീറ്റ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഫസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ കിട്ടിക്കഴിഞ്ഞാൽ യു കോസ് തീറ്റയാണ് എക്സ് ആക്സിസിലുള്ളത്, യു സൈൻ തീറ്റയാണ് വൈ ആക്സിസിലുള്ളത്. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. ഗ്രാവിറ്റി എല്ലാത്തിനെയും എന്താ ചെയ്യുന്നത്? താഴത്തേക്ക് പുള്ള് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ഈസ് ഓൾവേസ് ജി ഡൗൺവേർഡ് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഈ കേസിനകത്ത് ഡിസ്ക്രിപ്ഷൻ ഈ ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സിനകത്ത് നമ്മൾ നിങ്ങളുടെ മോഷനെ സ്ട്രെയിറ്റ് ലൈനിനകത്തും മോഷനെ പ്ലെയിനിനകത്തും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്തുകൊണ്ട് ഒരു വസ്തു മൂവ് ചെയ്യുന്നു നമുക്ക് നോക്കുന്നില്ല. എത്ര സ്പീഡ് ഉണ്ട്, ഏത് റേറ്റിലാണ് പോകുന്നത്, അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഒരു സാധനം മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ആക്സിലറേഷൻ ഉണ്ട്, ദാറ്റ് വിൽ ബി ഓൾവേസ് ഡൗൺവേർഡ്. അത് താഴത്തേക്ക് വരും, ദാറ്റ് ആക്സിലറേഷൻ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ജി എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ്. അതുപോലെ തന്നെ ആക്സിസ് ഒന്നും നിങ്ങൾക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഇതാണ് നിങ്ങളുടെ പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇതാണ് നിങ്ങളുടെ പോസിറ്റീവ് വൈ ആക്സിസ്. ഓക്കെ, ഇത്രയും മാത്രം ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ബാക്കിയെല്ലാം ഇതിനെ ബേസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോന്ന് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഞാനിപ്പോൾ ഇവിടെ എഴുതാം, സോ ദാറ്റ് വിൽ ബി ക്ലിയർ. എക്സ് ആക്സിസിലും മോഷൻ നടക്കുന്നുണ്ട്, വൈ ആക്സിസിലും മോഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. ഒന്ന് എക്സ് ടേമിൽ എഴുതാൻ പറ്റും. സോ ദ ഫസ്റ്റ് ഇസ് എക്സ് ഓഫ് ടി. സോ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ അലോങ് എക്സ് ആക്സിസ് അറ്റ് ടൈം ടി എന്നാണ് പറയുന്നത്. അതായത് എക്സ് ആക്സിസിലുള്ള പൊസിഷൻ തരാനായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഇത്. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഒന്ന്, ദ പൊസിഷൻ അലോങ് ഇനീഷ്യൽ പൊസിഷൻ അലോങ് എന്താ എക്സ് ആക്സിസ്. എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ് സീറോ എക്സ് നോട്ട് എന്ന് വിളിക്കാം. അതെന്ന് പറയുന്നത് ഇനീഷ്യൽ ലൊക്കേഷൻ. നമുക്കൊരു ബോഡിയുടെ ഫൈനൽ പൊസിഷൻ അറിയണമെന്നുണ്ടെങ്കിൽ അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിയണ്ടേ, അതാണ് എക്സ് നോട്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് യു എക്സ് ടി. യു എക്സ് ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ്, ഇനീഷ്യൽ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ്. അത് എവിടുന്ന്, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് എത്രയാണ് അത് നമുക്ക് എഴുതണം. ഓക്കെ, ഇനി ആക്സിലറേഷൻ പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ. ഓക്കെ, ഇതാണ് ആക്സിലറേഷൻ അലോങ് എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമ്മൾ 1 ഡയമെൻഷനിൽ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ് ഇത്. കുറേ ആൾക്കാർ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊക്കെ എഴുതും. പക്ഷേ നമ്മൾ ഒരു ബോഡിയുടെ ഫൈനൽ പൊസിഷൻ അറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക, അത് എവിടെയാണ് നിൽക്കുന്നതെന്ന് ആദ്യം അറിയണം, അതിന് എത്ര ഇനീഷ്യൽ വെലോസിറ്റി പ്രോസസ് ചെയ്യുന്നുണ്ടെന്ന് അറിയണം, അത് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആക്സിലറേഷൻ എത്രയാണെന്നും അറിയണം. അപ്പോൾ അങ്ങനെ ഡൈസെക്റ്റ് ചെയ്ത് പഠിക്കുക, അപ്പോൾ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവും. ഓക്കെ, സോ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഈ കേസിനകത്ത് നമുക്ക് നോക്കാം. സോ എക്സ് ഓഫ് ടി ഇൻ ദിസ് കേസ് എവിടെയാണ് ഈ പ്രൊജക്ടൈൽ ഉള്ളത്? തുടക്കത്തിൽ ഇവിടെയാണുള്ളത്. സോ അറ്റ് ദ ഒറിജിനിലാണ് നമ്മുടെ പ്രൊജക്ടൈൽ ആദ്യം ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത്, സോ ദ ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഇത് 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി എക്സ് ആക്സിസിലുള്ള നോക്കാം. എക്സ് ആക്സിസിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? യു കോസ് തീറ്റ ആണ് ഈ കേസിനകത്ത്. സോ അത് നോക്കാം. സോ പ്ലസ് യു കോസ് തീറ്റ ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ, ഈ ഒരു എക്സ് ആക്സിസ് ഡയറക്ഷനിൽ നമുക്ക് ആക്സിലറേഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതായത് ആക്സിലറേഷൻ ഇല്ല, നമുക്ക് ആകെയുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡൗൺവേർഡ് മാത്രമാണ്. ഹോറിസോണ്ടലി നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഫോഴ്സസും ആക്ട് ചെയ്യുന്നില്ല. അത് പറയാനായിട്ട് ഒരു അസംഷൻ നമ്മൾ ഇതിന് മുൻപ് വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എയർ റെസിസ്റ്റൻസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, എയർ ഡ്രാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിൻ്റെ സൈസോ ഷേപ്പോ ഒന്നും നമ്മൾ ആദ്യം നോക്കത്തില്ല. അപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഫസ്റ്റ് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എൻറ്റിറ്റീസ്, അതായത് അതിന് കുറച്ച് അസംഷൻസ് നമ്മൾ വെക്കും. അതിനെ ബേസ് ചെയ്തിട്ട് അത് പഠിച്ചിട്ട് നമ്മൾ മെല്ലെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കേസിനകത്ത് നമ്മൾ എയർ റെസിസ്റ്റൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഈ സൈസും ഷേപ്പ് ഓഫ് ദ ബോഡി അതെങ്ങനെ തിരിയുന്നു മറിയുന്നു അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് തന്നെ ഇതിന് ആക്സിലറേഷൻ ഇല്ല ഇൻ ദ എക്സ് ആക്സിസ്. സോ ഈ ടേം എന്തായിരിക്കും? ദിസ് ഓൾസോ വിൽ ബിക്കം 0. സോ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ടേം എന്താവും? എക്സ് ഓഫ് ടി വിൽ ബി ഈക്വൽ ടു യു കോസ് തീറ്റ ടി എന്ന് എഴുതാൻ പറ്റും. ദിസ് ഇസ് യുവർ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് y ഓഫ് ടി ഇക്വേഷൻ എഴുതണം. അപ്പോൾ y ഓഫ് ടി ഇക്വേഷൻ ഇതേപോലെ തന്നെ എഴുതുക. സോ y ഓഫ് ടി ഈസ് ഈക്വൽ ടു y നോട്ട്, അതായത് ഇനീഷ്യൽ പൊസിഷൻ എല്ലാം y ആക്സിസ്, പ്ലസ് യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഈ കേസിനകത്ത് എക്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. സോ ഈ കേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സോ y ഓഫ് ടി ഈക്വൽ ടു, നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് y0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ 0 പ്ലസ് യു ഐ എന്ന് പറയുന്നത് എന്താണ്? യു സൈൻ തീറ്റയാണ്. സോ ദാറ്റ് വിൽ ബി യു സൈൻ തീറ്റ ടി. പിന്നെ ആക്സിലറേഷൻ ഉണ്ടോ ഈ കേസിനകത്ത്? വൈ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ ഇസ് ദെയർ ഡൗൺവേർഡ്, അതായത് നെഗറ്റീവ് വൈ ഡയറക്ഷനിലാണെന്നുള്ളത് ആക്സിലറേഷൻ ഉള്ളത്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, ഇതൊന്ന് മര്യാദയ്ക്ക് എഴുതി കഴിഞ്ഞാൽ സോ വൈ ഓഫ് ടി വുഡ് ബി യു സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 2. നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷൻസ് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ജസ്റ്റ് ഈ ഇക്വേഷൻ ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമുക്ക്. ഇത് ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന് മാത്രം. അതും വളരെ ലോജിക്കലായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ഒന്നും മഗപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അറിയുന്ന ഇക്വേഷൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതിനെ ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ഐഡിയ. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ കാര്യം കണ്ടുപിടിക്കാം. അതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അറ്റ് ദ ബിഗിനിങ്. സോ അഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയാം. സോ ദ ടൈം ടേക്കൺ ഫോർ ദ പ്രൊജക്ടൈൽ ടു ഗോ ഫ്രം ഹിയർ ടു ഹിയർ, അതായത് നമ്മളിപ്പോൾ ഇത് ത്രോ ചെയ്യുന്ന ആ പോയിന്റിൽ ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ച് എന്നിട്ട് ഇത് എവിടെ എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ എത്ര ടൈം എടുത്തു, അതാണെന്ത് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ഈ കേസിനകത്ത് നോക്കാം. ഇവിടെ എത്തുന്ന സമയത്ത് ടൈം എടുത്തത് ക്യാപിറ്റൽ ടി ആണെന്ന് വിചാരിക്കാം. നമുക്കറിയത്തില്ല ടൈം എന്താണെന്ന്. ലെറ്റ്സ് സേ ഇറ്റ് ടുക്ക് ക്യാപിറ്റൽ ടി ടൈം ടു റീച്ച് ഹിയർ, അല്ലെങ്കിൽ ഇറ്റ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി ടൈം എടുത്തു ഫോർ ദ ഒബ്ജക്റ്റ് ടു റീച്ച് ദർ. ഓക്കെ, ആ ഇൻസ്റ്റൻറ്റിൽ എന്താണ് ഇതിൻ്റെ വൈ കോർഡിനേറ്റ്? ആ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നോക്കിയാൽ മതി. ഇവിടെ y ഈക്വൽ ടു 0 ആണ്, ഇവിടെയും y ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? y ഓഫ് ക്യാപിറ്റൽ ടി. സോ പൊസിഷൻ ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കുക, പൊസിഷൻ അറ്റ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ ടൈമിൽ ഇതിൻ്റെ ഈ ബോഡിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് y ഓഫ് സ്മോൾ ടി എന്താണെന്ന് അറിയാം. സോ y ഓഫ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ ടീൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കണം? ക്യാപിറ്റൽ ടി കൊടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അതവിടെ പ്രൊവൈഡ് ചെയ്യുക. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ യു സൈൻ തീറ്റ ക്യാപിറ്റൽ ടി മൈനസ് ഹാഫ് ജി ക്യാപിറ്റൽ ടി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇതിനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്തിട്ട് ടി ഈക്വൽ ടു കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നോക്കി നോക്കുക. അപ്പോൾ ഹാഫ് ജി ക്യാപിറ്റൽ ടി സ്ക്വയർ ഈക്വൽ ടു യു സൈൻ തീറ്റ ടി എന്ന് വരും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒരു ടി ക്യാൻസൽ ആക്കാം, ഇവിടുന്ന് ഒരു ടി ക്യാൻസൽ ആവും. സോ ദർ വിൽ ബി 1 ടി ലെഫ്റ്റ്. സോ ദിസ് വിൽ ബി ഹാഫ് ജി ടി ഈക്വൽ ടു യു സൈൻ തീറ്റ. സോ ദിസ് വിൽ ബി ടി ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും നമുക്ക്? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 2u സൈൻ തീറ്റ, അതായത് ഈ 2 ഇങ്ങോട്ടത്തേക്ക് വന്നു. അപ്പോൾ 2u സൈൻ തീറ്റ എന്നായി. ദെൻ ഓൺലി ജി ഇസ് ലെഫ്റ്റ്. സോ അതെന്ത് ചെയ്യും? താഴത്തേക്ക് വരും. 2u സൈൻ തീറ്റ ബൈ ജി. അപ്പോൾ നമുക്ക് എത്ര ടൈം കൊണ്ട് ഈ പ്രൊജക്ടൈൽ അപ്പുറത്തെത്തിയെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം തന്നെ ഇതിനകത്ത് ഇത് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എത്ര ടൈം കൊണ്ട് ഇവിടെ എത്തിയെന്ന് നമുക്ക് മനസ്സിലായി. സോ ടി ഈക്വൽ ടു എന്താണ്? നമുക്കത് ഇവിടെ എഴുതി വെക്കാം. സോ ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യണം. അറ്റ് ദ എൻഡ് ഞാനത് ചെയ്യും. സോ ഫോർ ദ ടൈം ബീങ് മനസ്സിലാക്കുക, ഇവിടെ എത്തുന്ന സമയത്ത് ഇത്രയും ടൈം കൊണ്ടാണ് ഇത് അവിടെ എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം,
ഇനി നമുക്കിത് എത്ര ദൂരം പോയി എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കുക എന്താ ചെയ്യേണ്ടത്. നമ്മുടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, അത് രണ്ടുമാണ് യൂസ് ചെയ്യേണ്ടത്. അത് എപ്പോഴും മനസ്സിലാക്കുക. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ആണ് മെയിൻലി യൂസ് ചെയ്യേണ്ടത്. ആ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാം ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്നതാണ് എന്ത്, ഈ ദൂരം എന്ന് പറയുന്നത് അല്ലേ, ഈ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഹോറിസോണ്ടലി മൂവ് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷൻ ഡിറ്റർമൈൻ ചെയ്തേക്കുന്ന ഈ രീതിയിലാണ്. അതായത് എക്സ് ഓഫ് ടി വിൽ ടെൽ യു വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അതാണ് ഐഡിയ. അപ്പോൾ എക്സ് ഓഫ് ടി എന്താണ് നമുക്കറിയാം, അപ്പോൾ ടൈമും നമുക്കറിയാം. അതായത് എക്സ് ഓഫ് ടി എന്ന ഫംഗ്ഷൻ, അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ നെക്സ്റ്റ് റേഞ്ച്. സോ എത്ര ഡിസ്റ്റൻസ് പോയി എന്നുള്ളതാണ് നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് എഴുതാം ഇവിടെ. സോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, യു കോസ് തീറ്റ ടി ആണ് എക്സ് ഓഫ് ടി. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. എന്ത് ടൈം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിലുള്ള പൊസിഷൻ ഈ ഫംഗ്ഷൻ തരും. അതാണ് ഐഡിയ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ ടി ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എവിടെയാണ് ഉള്ളത്, അറ്റ് ഒറിജിനലാണ്, ആൻഡ് ഇറ്റ് എഗ്രീസ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് ഇവിടെ എത്തുന്ന സമയത്ത് ടൈം എത്രയായെന്ന് എനിക്കറിയാം. അതായത് ഈ ഒബ്ജക്റ്റ് ഇവിടുന്ന് ഇവിടെ എത്തുന്ന സമയത്ത് എത്ര ടൈം എടുത്തു എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഫോർ ഇറ്റ് ടു റീച്ച് ഹിയർ നമുക്കറിയാം ടി ഈസ് ഈക്വൽ ടു എന്താ, ക്യാപിറ്റൽ ടി ആണ്. ആ ടൈം എത്തുന്ന സമയത്താണ് ഇതിവിടെ എത്തുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ കണ്ടുപിടിച്ചാൽ മതി. അതായത് ഇതിൻ്റെ ടീന് ഈ ജസ്റ്റ് ഇത് ടി ക്യാപിറ്റൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ, എക്സ് ഓഫ് ടി ആണെന്ത് നമ്മുടെ റേഞ്ച്. അല്ലെങ്കിൽ കുറച്ചുകൂടെ പറയാം, ഇത് ഹോറിസോണ്ടൽ റേഞ്ച് ആണ്. ഹോറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്നോ എന്താ വെച്ചാൽ പറയാം ആ രീതിയിൽ. ഇത് ഹോറിസോണ്ടലി ഇങ്ങനെ പോകുന്ന, ഇത് വേർട്ടിക്കലാണ്, ഇത് ഹോറിസോണ്ടലാണ്. ഹോറിസോണ്ടൽ റേഞ്ച് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് വിൽ ടെൽ യു എന്തെന്നാ എത്ര ദൂരം പോയെന്നുള്ളത്. ഓക്കെ, സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് ദിസ്. സോ എക്സ് ഓഫ് ക്യാപിറ്റൽ ടി, അതിനെ നമുക്ക് റേഞ്ച് എന്ന് വിളിക്കാം. സോ റേഞ്ച് വിൽ ബി ഈക്വൽ ടു, നോക്കാം, യു കോസ് തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി. ക്യാപിറ്റൽ ടി എന്താ നമുക്കിവിടെ തന്നിട്ടുണ്ട്. So that will be u cos theta into 2u sin theta by g. Okay, ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ റേഞ്ച് വിൽ ബി ഈക്വൽ ടു, ഈ യുവും യുവും എന്താവും, യു സ്ക്വയർ ആവും. സോ യു ഹാവ് 2 sin theta cos theta by g. അതായത് 2 ഉണ്ട്, സൈൻ തീറ്റ ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്, യുവും യു എന്താവും, യു സ്ക്വയർ ആവും. There is a g downstairs. Okay, so ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് അറിയായിരിക്കും. 2 sin theta cos theta എന്ന് പറയുന്നത് എന്താ, ദാറ്റ് ഇസ് sin 2 theta ആണ്. ഓക്കെ, ഇനി അപ്പോൾ റേഞ്ച് എന്നുള്ളത് എങ്ങനെ എഴുതാം. സോ റേഞ്ച് വിൽ ബി ഈക്വൽ ടു യു സ്ക്വയർ sin 2 theta ഡിവൈഡഡ് ബൈ ജി. ഇതാണ് നമ്മുടെ റേഞ്ചിനുള്ള ഇക്വേഷൻ. സോ ജസ്റ്റ് ബൈ യൂസിങ് ആ ഫസ്റ്റത്തെ രണ്ട് ഇക്വേഷൻ ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എത്തിയത്. ഇനി നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ആണെന്ത്, മാക്സിമം ഹൈറ്റ്. സോ മാക്സിമം ഹൈറ്റ് ആണ് നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ മാക്സിമം ഹൈറ്റ് ആണ് നെക്സ്റ്റ് കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ ഞാൻ ആ പിക്ചർ ഒന്നുകൂടി ഇവിടെ വരയ്ക്കാം. സോ സിമ്പിളായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്. We throw something with a velocity u. So ഇതിങ്ങനെ പോയി ഇതിവിടെ എത്തി. So this is u cos theta, ഇത് u sin theta. ഓക്കെ, ഇനി നമുക്ക് എല്ലാ ഇക്വേഷൻസ് ഓഫ് മോഷനും ഈ രീതിയിൽ തന്നെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അതായത് എക്സ് ആക്സിസിൽ ഒന്ന് എഴുതാം, വൈ ആക്സിസിൽ ഒന്ന് എഴുതാം. നമ്മൾ 3 ഇക്വേഷൻസ് ഓഫ് മോഷനാണ് പഠിച്ചിട്ടുള്ളത്. എന്തെല്ലായിരുന്നു, ഇപ്പോൾ ആദ്യം എഴുതിയ ഇക്വേഷൻ, പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. അതായത് v ഈക്വൽ ടു എന്താ, u പ്ലസ് 80 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. അത് നമുക്ക് എക്സ് ടേമിലും വൈ ടേമിലും എഴുതാം. ഓക്കെ, അത് എന്തിനാണ് എഴുതുന്നതെന്ന് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. സോ വി എക്സ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ എക്സ് ടി എന്ന് എഴുതാൻ പറ്റും. ഇനി വി വൈ ഈക്വൽ ടു എന്താ, യു വൈ പ്ലസ് എ വൈ ടി എന്നും എഴുതാം. ഇത് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും, രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഒരു പ്രൊജക്റ്റൈൽ ഇങ്ങനെ പോയി ഇവിടെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഇത് മേളിലേക്കോ താഴത്തേക്കോ പോകുന്നില്ല. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റൈൽ ഇങ്ങനെ പോയി ഇവിടെ എത്തുന്ന സമയത്ത് പിന്നെ താഴത്തേക്ക് പോകുന്നതിന് മുൻപ് ഇത് മേളിലേക്കും താഴത്തേക്കും പോകാത്തൊരു ടൈം ഉണ്ട്, ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് സമയമുണ്ട്. ഓക്കെ, ലെറ്റ്സ് സേ ആ ടൈം എന്ന് പറയുന്നത് ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് ടി ഈക്വൽ ടു ടി സ്റ്റാർ. ഓക്കെ, ആ ടൈം ആവുന്ന സമയത്ത് ഇതിൻ്റെ
വേർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ നമുക്കിത് പറയാൻ പറ്റും Vy വിൽ ബി 0 അറ്റ് t ഈക്വൽ ടു ടി സ്റ്റാർ. അപ്പോൾ അത് നോക്കാം. സോ ദാറ്റ് വിൽ ബി ഇൻ ദിസ് കേസ് എന്തായിരിക്കും? Uy എന്ന് പറയുന്നത് എന്താ? u സൈൻ തീറ്റ ആണ്. u സൈൻ തീറ്റ മൈനസ് താഴത്തേക്ക് ആക്സിലറേഷൻ ഉണ്ട്. സോ ay എന്ന് പറയുന്നത് g ആണ്. gt സ്റ്റാർ ഈക്വൽ ടു 0. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടി സ്റ്റാറിൻ്റെ വാല്യൂ കിട്ടും. സോ gt സ്റ്റാർ ഈക്വൽ ടു u സൈൻ തീറ്റ. സോ ടി സ്റ്റാർ വിൽ ബി ഈക്വൽ ടു u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ g. ഓക്കെ, സോ നമുക്ക് എത്ര ടൈം കൊണ്ട് ഇത് മുകളിലെത്തിയെന്ന് കിട്ടി. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യണം? നമ്മുടെ y കോർഡിനേറ്റിലുള്ള സോ എത്ര ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് യൂസ് ചെയ്യാം? നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻസ് യൂസ് ചെയ്യാം. y ഓഫ് ടി ഇക്വേഷൻസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ y ഓഫ് ടി ഇക്വേഷൻ എഴുതാം. എന്നിട്ട് ഈ നമുക്കിപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ത് ചെയ്യാം? ഇതിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ y ഓഫ് ടി ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഒന്നുകൂടെ. y ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? u സൈൻ തീറ്റ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇതിലേക്ക് നമുക്ക് y ഓഫ് ടി സ്റ്റാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഓഫ് ടി സ്റ്റാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? u സൈൻ തീറ്റ ടി സ്റ്റാർ മൈനസ് ഹാഫ് ജി ടി സ്റ്റാർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ടി സ്റ്റാറിൻ്റെ വാല്യൂ എന്തെന്നാ? u സൈൻ തീറ്റ ബൈ ജി ആണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ഹൈറ്റ് കിട്ടും. സോ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? y ഓഫ് ടി സ്റ്റാർ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു u സൈൻ തീറ്റ into u sin theta divided by g minus half g into u sin theta divided by g the whole square. Okay, ഇതിനി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം, സിംപ്ലിഫൈ ചെയ്യാം. ജസ്റ്റ് ഈ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. എച്ച് മാക്സ് ഇസ് ഈക്വൽ ടു യുവും യു എന്താവും? യു സ്ക്വയർ ആവും. സൈനും കൂടെ സൈൻ സ്ക്വയർ തീറ്റ ആവും ഡിവൈഡഡ് ബൈ ജി മൈനസ് ഹാഫ് ജി ഇൻറ്റു the u square sin square theta by g square എന്ന് വരും. ഇവിടുന്ന് ഒരു g ക്യാൻസൽ ആയി പോകും. സോ h max would be equal to u square sin square theta by g മൈനസ് ഒരു g പോയി കഴിഞ്ഞാൽ നമുക്ക് u square sin square theta by 2g എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് h max will be equal to ജസ്റ്റ് ഇത് കോമൺ ആക്കി എടുക്കുക. സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി ഇൻറ്റു 1 മൈനസ് ഹാഫ് എന്ന് കിട്ടും. സോ 1 മൈനസ് ഹാഫ് എന്തെന്നാ? ഹാഫ് ആയി തന്നെ. ഒന്നൊന്ന് അര കുറച്ച് എത്ര അര തന്നെ ബാക്കി ഉണ്ടാവില്ലേ? സോ എച്ച് മാക്സ് ഈക്വൽ ടു എന്തുണ്ടാവും? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് വരും. ഇതാണ് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് 3 ഇക്വേഷൻസും ഒന്ന് അനലൈസ് ചെയ്യാം ഓരോന്നായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ആണ്. സോ ലെറ്റ്സ് അനലൈസ് ദാറ്റ് ഫസ്റ്റ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് എപ്പോഴാണ് മാക്സിമം ആവുക? ഏത് ആംഗിളിൽ നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്താണ് മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റ് ഉണ്ടാവുക എന്ന് നോക്കാം. നമുക്കൊരു വസ്തു മാക്സിമം ടൈം എയറിൽ നിൽക്കണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഇപ്പോൾ നമുക്ക് നേരെ ഇട്ട് കഴിഞ്ഞാൽ നിൽക്കത്തില്ല എന്ന് നമുക്കറിയാം. അതായത് ഇങ്ങനെ ജസ്റ്റ് ഹോറിസോണ്ടലി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിൽക്കത്തില്ല. സോ വി ഹാവ് ടു ത്രോ ഇറ്റ് സ്ട്രെയിറ്റ് അപ്പ് അല്ലേ? ഡയറക്റ്റ്ലി വേർട്ടിക്കലി മുകളിലേക്ക് ഇടണം. ആ സമയത്ത് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വരും. ആ സമയത്താണ് നമുക്ക് മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റ് ഉണ്ടാവുക. ഓക്കെ, സോ ഇറ്റ് എഗ്രീസ് അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ഫിസിക്കൽ നമുക്കറിയാവുന്ന കാര്യമായിട്ട് അത് എഗ്രി ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കറിയാം നേരെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് തീരെ എന്തെന്നാ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നേരെ ഇങ്ങനെ ഇട്ടാലും നമുക്ക് ഉണ്ടാവത്തില്ല, മിനിമം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കേസിനകത്ത് നമുക്കിപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എറിയേണ്ടത്. അതായത് 45 ഡിഗ്രിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഒരു വസ്തു 45 ഡിഗ്രി എറിയുന്ന സമയത്താണ് മാക്സിമം ഡിഗ്രി അതായത് ഡിസ്റ്റൻസ് പോവേണ്ടത്. നമുക്കൊരു കൈൻഡ് ഓഫ് ഗസ്സിങ് നമുക്കുണ്ടാവുമല്ലോ. എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഒരു കുറേ ദൂരം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു സെർട്ടൻ ആംഗിളിലാണ് ഇടേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഒബ്വിയസ്ലി കുറേ പൊന്തിപ്പോയാലും കുറേ താന്നു പോയാലും കുഴപ്പം. അപ്പോൾ സോ അതിൻ്റെ ഇൻ്റർ ബിറ്റ്വീൻ ആണ് നമുക്ക് എടുക്കേണ്ടത്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് എടുക്കേണ്ടത്, ബിറ്റ്വീൻ 0 and 90. അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നതും. 0 and 90 അല്ലെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും? 45 ഡിഗ്രിയിൽ എറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് മാക്സിമം റേഞ്ച് ഉണ്ടാവുക. സോ തീറ്റ ഈക്വൽ ടു 45 എടുക്കുന്ന സമയത്ത് 2 into 45 ദിസ് ഇസ് 90 ആൻഡ് ഇറ്റ് അലൈൻസ് അല്ലേ? നമ്മളുടെ ഫിസിക്കൽ എക്സ്പീരിയൻസുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റും ഇതേ കേസ് തന്നെയാണ്. മാക്സിമം ഹൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നേരെ വേർട്ടിക്കലി എറിയണം. ഓക്കെ, സോ ദാറ്റ് തീറ്റ വിൽ ബി 90 ഡിഗ്രീസ്. ഓക്കെ, അപ്പോൾ ഈ തീറ്റ എന്താവണം?
90 ഡിഗ്രി ആവണം. അപ്പോഴാണ് ഇത് മാക്സിമം ഹൈറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, നമുക്കിനി വേറെ കുറേ കൈൻഡ് ഓഫ് ഇതേപോലെ പ്രൊജക്ടൈൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ സോൾവ് ചെയ്ത് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഒബ്വിയസ്ലി നമുക്കിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് പോകുന്ന സമയത്ത് ഇത് ചെയ്ത് മനസ്സിലാവും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു മെത്തഡോളജി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് ഇക്വേഷൻ അല്ല ഇമ്പോർട്ടൻറ്റ്, ഇത് ചെയ്ത രീതിയാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.